ഫസ്റ്റ് കണക്ഷൻ കൊടുക്കുമ്പോൾ മീറ്ററും മെയിൻ സ്വിച്ചും എല്ലാം ഒരു ഉപഭോക്താവ് സ്വന്തം പൈസയ്ക്കാണ് വാങ്ങിയിരിക്കുന്നത്. ആ വീട്ടിലിരിക്കുന്ന മീറ്ററിന് നമ്മൾ റെൻ്റ് കൊടുക്കണം, ഇപ്പോൾ ഫ്യൂവൽ ചാർജ് കൊടുക്കണം, അതിന് ഫ്യൂവൽ സർചാർജ് കൊടുക്കണം. ഇതൊക്കെ ഈ കേരള സംസ്ഥാനത്തിൽ മാത്രമേ നടക്കത്തുള്ളൂ. തിരുത്തുവാൻ ശ്രമിക്കുക, സാധാരണ ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക. നമസ്കാരം. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതിനെതിരെ ഈ സംസ്ഥാനം ഒട്ടാകെ പ്രതിഷേധം ഇരമ്പുകയാണ്. ഇപ്പോഴിതാ ഈ ആറ്റിങ്ങൽ സബ്സ്റ്റേഷന് മുന്നിലേക്ക് BJP പ്രവർത്തകരുടെ ഒരു സമരം നടക്കുകയാണ്. ഈ കറണ്ട് ചാർജ് വർധന 5ാം തവണയാണ് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പിലാക്കുന്നത്. പാവപ്പെട്ട കൂലിപ്പണിക്കാർ അവരൊക്കെ തന്നെ ഈ കറണ്ട് ചാർജ് അടയ്ക്കാൻ പറ്റുന്ന ഒരു ബുദ്ധിമുട്ട്, ഈ അടിക്കടി ഉണ്ടാകുന്ന ഈ പവർ കട്ട്, അതുപോലെ കറണ്ട് ചാർജും, മഴ ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. ഈ മഴയുണ്ടായിരുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഇത്രയധികം കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യവുമില്ല. തൊട്ടടുത്ത സംസ്ഥാനങ്ങളായിട്ടുള്ള തമിഴ്നാട്ടിൽ പോലും ഇപ്പോൾ കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചിട്ട് ഇതിൻ്റെ കേരളത്തിലെ 4-1 കറണ്ട് ചാർജ് കൂട്ടിയിട്ടില്ല. ഇന്നിവിടെ ഒരു യൂണിറ്റിന് 16 പൈസ വെച്ച് കൂട്ടിയ ഒരു സാഹചര്യമാണ്. ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വിചാരിക്കും, 16 പൈസയല്ലേ, 16 പൈസ നമുക്ക് ചെറിയ കാര്യമായിട്ട് തോന്നും. പക്ഷേ അത് ഒരു യൂണിറ്റിൻ്റെ പുറത്താണ് ഈ 16 പൈസ വരുന്നത്. 2 മാസം കൂടുമ്പോൾ കറണ്ട് ചാർജ് അടയ്ക്കാൻ വരുന്ന പാവപ്പെട്ട ജനങ്ങൾ 2000-ഉം 3000-ഉം 4000-ഉം 5000-ഉം 10000-ഉമാണ് ഓരോ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ വീട്ടിലെ കറണ്ട് ചാർജ് വരുന്നത്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ പോലും വില വർധന വരുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് അവരുടെ നടുവടിക്കുന്ന രീതിയിൽ ഈ കറണ്ട് ചാർജ് വർധനയും കൂടി നടപ്പിലാക്കിയത്. ഈ കറണ്ട് ചാർജ് വർധനയ്ക്കെതിരെ BJP ഈ കേരള ഘടകം അതിശക്തമായ സമരമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ കടയ്ക്കാവൂർ സംഘടനാ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, കിഴിവിലം പഞ്ചായത്തിൽ, കടയ്ക്കാവൂർ പഞ്ചായത്തിൽ, 5 തെങ്ങ് പഞ്ചായത്തിൽ, എല്ലാ മേഖലകളിലും ഇന്ന് ഇതുപോലുള്ള സമരങ്ങൾ നടക്കുകയാണ്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കൊപ്പമാണ് BJP എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ. ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് അവകാശങ്ങൾ നേടിയെടുക്കാൻ ഏതറ്റം വരെയും പിണറായി വിജയൻ സർക്കാരിനെ താഴെ ഇറക്കിക്കൊണ്ട് ഈ സമര പരമ്പരകൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നതും 44 നദികൾ ഒഴുകുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. നമ്മുടെ സംസ്ഥാനത്ത് ഈ ഒരു വൈദ്യുതി പ്രശ്നം വരുമെന്ന് പറഞ്ഞാൽ അത് പിടിപ്പുകേടാണോ? 100%. അന്യ സംസ്ഥാനങ്ങളിൽ കൽക്കരിയിൽ നിന്ന് ഇന്ധനമായി ഉപയോഗിച്ച്, ഡീസലിൽ നിന്ന് ഇന്ധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവർ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ പ്രൊഡക്ഷൻ ചെയ്ത കറണ്ട് 300 യൂണിറ്റ് വരെ മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ ഒഴുകിപ്പോകുന്ന വെള്ളത്തിൽ നിന്നുണ്ടാക്കുന്ന കറണ്ടിന് ഇത്രയും അധികം യൂണിറ്റിൻ്റെ പുറത്ത് അധിക ചാർജ് ഈടാക്കി പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് വളരെ നികൃഷ്ടവും പൈശാചികമായ നിലപാടാണെന്ന് എനിക്ക് പറയാൻ കഴിയത്തുള്ളൂ. ഒരു കാര്യം മുന്നേ ഞങ്ങൾ വായിച്ചായിരുന്നു, കാരണം പത്രത്തിൽ വന്നൊരു സംഭവമായിരുന്നു. കാരണം UP നിന്ന് മധ്യപ്രദേശിൽ നിന്ന് എന്തോ ഒരു കുറഞ്ഞ വിലയ്ക്ക് എന്തൊരു കറണ്ട് കിട്ടുന്ന ഒരു കോൺട്രാക്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ അത് നഷ്ടപ്പെടുത്തി നിരസിക്കുകയാണ് ചെയ്തത്. അത് കണക്ക് തന്നെ ഇപ്പോൾ അത് മനഃപൂർവ്വം ജനങ്ങളെ ദ്രോഹിക്കുക എന്നുള്ള ഒരു നിലപാടാണ് എടുക്കുന്നത്. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 3 കൊല്ലത്തോളമായി ഉദ്ദേശം കേന്ദ്രത്തിൻ്റെ സഹായത്തോടുകൂടി പുരപ്പുറത്ത് സോളാറിൻ്റെ ഇത്. പക്ഷേ ഇവിടെ നമ്മുടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? സോളാറും കൊണ്ട് വന്ന സ്വന്തമായിട്ട് നമുക്ക് കറണ്ട് സോളാർ കൊണ്ട് വന്ന ആൾക്കാരെ അതോടൊപ്പം തന്നെ ഈ ഒഴുകിപ്പോകുന്ന വെള്ളത്തിൽ നിന്നുണ്ടാക്കുന്ന കറണ്ടിന് 2 മാസം കൂടുമ്പോഴാണ് റീഡിംഗ് എടുക്കുന്നത്. അതായത് സ്ലാബ് സിസ്റ്റം ചേഞ്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടി അതാത് മാസങ്ങളിൽ നമ്മൾ റീഡിംഗ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ സ്ലാബിൻ്റെ പുറത്ത് വളരെയധികം ആൾക്കാർക്ക് എമൗണ്ട് കുറയുന്നതാണ്. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ ഒരുപാട് പുരോഗതി നടക്കുന്നുണ്ട്. കാരണം ചില മീൻസ് നമ്മുടെ കർണാടകയിൽ തന്നെ വരണമെന്നെനിക്ക് അറിയില്ലെങ്കിലും പോലും അവിടെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയുണ്ട്. അങ്ങനെ ഒരുപാട് സൗജന്യ യാത്രയുണ്ട്. എന്തുകൊണ്ട് കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നു? നമ്മളെല്ലാവരും ആശ്രയിക്കുന്നു. നമുക്ക് മാത്രം ബില്ല് വർധനയും, നമുക്ക് മാത്രം എല്ലാ ചാർജ് വർധനയും, നമുക്ക് മാത്രം ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയും, നമ്മൾ വാങ്ങുന്നതല്ല വിഷവസ്തുക്കൾ, അതും കാശ് കൊടുത്തിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി? ഇതിൻ്റെ ഉത്തരവാദിത്തമാക്കണം.
100% ഇവിടെയുള്ള പൊതുജനങ്ങൾ പ്രതികരിക്കാതെ ഇരിക്കുന്നതാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ രാജാവ് തെറ്റ് കാണിച്ചാൽ തെറ്റ് കാണിക്കുന്നു എന്ന് പൊതുജനം പറയാത്തതാണ് രാജാവിന് തോന്നിയാസമായ രീതിയിൽ എന്തും ചെയ്യാനുള്ള ഇത് കിട്ടുന്നത്. ശക്തമായ പ്രതികരണം എന്തായാലും പൊതുജനങ്ങൾക്കുണ്ടായ ഈ വിഷമത്തിനെതിരെ ഉറപ്പായും BJP സംസ്ഥാനമൊട്ടുക്ക് പ്രതികരിക്കുന്നതായിരിക്കും. ഏതായാലും ഒരു ചെറിയ വർധനവല്ല ഈ പറയുന്ന കോമൺ മാൻ, നമ്മളെപ്പോലുള്ള മിഡിൽ പേഴ്സൺ അടുത്തൊക്കെ നമ്മുടെ ഫാമിലിക്കൊക്കെ വരാൻ പോണത് 200-300 രൂപയുടെ അധിക ചിലവാണ് വരാൻ പോകുന്നത്. അതൊരു പക്ഷേ നമ്മുടെ നികുതി കൊണ്ട് ഈ പറയുന്ന കറണ്ട് ബില്ലും വീട്ടു ചിലവ് നടക്കുന്ന രാഷ്ട്രീയക്കാർക്കോ അല്ലെങ്കിൽ വലിയ ഉദ്യോഗസ്ഥർക്കൊന്നും അറിയാൻ പാടില്ല. അറിയാൻ പോകുന്നത് എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണ ജനങ്ങളാണ്. ഇത്രയും കാശ് കയ്യിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടല്ല വർധന, ഈ പറയുന്ന വാട്ടർ ചാർജ് ഉൾപ്പെടെ വർദ്ധിച്ചിട്ടുണ്ട്. അടുത്ത വർദ്ധിക്കാൻ പോണത് ഈ പറയുന്ന ഇലക്ട്രിസിറ്റി ബില്ലാണ്. എങ്ങനെ താങ്ങുമെന്നറിയില്ല. ഒരു പക്ഷേ നമ്മുടെ ഈ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ തന്നെയാണ് ഇതെല്ലാം അടിച്ചേൽപ്പിക്കുന്നത്. തിരുത്തുവാൻ ശ്രമിക്കുക, സാധാരണ ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക. വിസ്മയസിലുണ്ട് ക്യാമറമാൻ റജിനൊപ്പം ശ്രീകുമാര സൈനിങ് ഓഫ്.